Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Prayer ചൊല്ലാം മാം. Okay. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ കടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണവിരാകരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. Okay, ma'am. Okay, very good. Let's sign in. My name is Sabina Anna. Good afternoon to all. നമുക്കെല്ലാവർക്കും ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. പക്ഷേ നാം അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നാം ഓരോരുത്തരും കഴിക്കുന്ന ഡിന്നറിന്റെ ടൈം എല്ലാവരും ഒന്ന് മനസ്സിലോർത്ത് നോക്കി. നമ്മൾ വൈകുന്നേരം ഏത് സമയത്താണ് ഡിന്നർ കഴിക്കുന്നതെന്ന്. നമ്മൾ നേരം വൈകി കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് നമ്മൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കിടന്നുറങ്ങും. നാം വിചാരിക്കും ഉറക്കത്തിൽ നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷേ വൈകി കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ദഹിക്കണം. അതിനായി ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലീനിങ്ങും റിപ്പയറിങ്ങും ഒക്കെ നടക്കേണ്ട സമയത്ത് ദഹനം എന്ന പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ നമ്മുടെ ശരീരത്തെ ശരിക്കും ബുദ്ധിമുട്ടിക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത്. മറിച്ച് നാം നേരത്തെ ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ ലൈറ്റായിട്ട് കഴിച്ചാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടുകയും നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യുകയും നമ്മുടെ ക്ലീനിങ്ങും റിപ്പയറിങ്ങും ഒക്കെ നടക്കുകയും ചെയ്യും. നമ്മുടെ സ്കിൻ നന്നാകും. നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല എനർജി കിട്ടും. നമ്മുടെ വയറിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന ഒരു ഡൈജസ്റ്റീവ് ഫയർ ഉണ്ട്. ആ ശരീരത്തിനുള്ള ദഹനം നടക്കുന്നതിന് എൻസൈമിന്റെ സഹായത്താലാണ്. പക്ഷേ ഈ എൻസൈം എല്ലാ സമയവും ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല. പകൽ സമയത്ത് ഈ എൻസൈമിന്റെ പ്രവർത്തനം കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ നൈറ്റിൽ റെസ്റ്റ് എടുക്കേണ്ട ഈ സമയത്ത് എൻസൈമിന്റെ പ്രവർത്തനം വളരെ കുറവായിരിക്കും. ഈ എൻസൈമിന്റെ പ്രവർത്തനത്തെ സർക്കേഡിയൻ റിതം എന്നാണ് പറയുന്നത്. ലേറ്റായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ദഹനം പൂർണ്ണമായി നടക്കാതെ ടോക്സിൻസ് അടിഞ്ഞുകൂടി ഓവർ വെയിറ്റിലേക്ക് പോകും. ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളും, ഗ്യാസ് ട്രബിൾ, അങ്ങനെയുള്ള പല അസുഖങ്ങളും നമുക്കുണ്ടാകും. താമസിച്ച് ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാനുള്ള ടൈം നമുക്ക് കുറേ സമയമെടുക്കും. ആ സമയം എടുത്തു കഴിയുമ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 1-2 മണിക്കൂർ മുമ്പത്തെ സമയം വരെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ പിന്നെ അടുത്ത സമയം, അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച്, പിന്നെ ഡിന്നർ, ഇങ്ങനെ നമ്മുടെ ഡെയിലി റുട്ടീൻ നമുക്ക് തുടർന്നുകൊണ്ടേ പോകും. ഒരിക്കലും ഒരു റെസ്റ്റ് നമ്മുടെ വയറിന് നമ്മൾ കൊടുക്കില്ല. ഒരുപോലെ നടക്കുന്ന ഒരു കാര്യമല്ല ഈ ദഹനവും ക്ലീനിങ്ങും ഒക്കെ. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, കുക്കിംഗ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാൻ പറ്റൂ എന്നതുപോലെ തന്നെയാണ് ഭക്ഷണത്തിന്റെ ഫുഡിങ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ദഹനം എന്ന പ്രക്രിയ നടക്കൂ. ഇന്ന് കാണുന്ന പല അസുഖങ്ങൾക്കും ഈ ശീലം കാരണമാകാറുണ്ട്. പ്രാക്ടിക്കലായിട്ട് എല്ലാവരും ചിന്തിക്കുക, ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, സാലഡ്സും ബാക്കിയുള്ളതും ഒക്കെ രാത്രി താമസിച്ച് ഭക്ഷണം കഴിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചാൽ എളുപ്പം ദഹനം നടക്കാൻ ഇച്ചിരി ഇഞ്ചിയും ഉപ്പും ഒക്കെ കഴിച്ച് ഈ ശീലം ജീവിതത്തിൽ എല്ലാവരും ശീലമാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സബീന പറഞ്ഞ കാര്യം എല്ലാരും കേട്ടല്ലോ.
കേട്ടോ, അതിലെന്തോ ഒന്ന് പറഞ്ഞത് മനസ്സിലായില്ല. എന്താണ്? എന്തോ ഒരു പേര് പറഞ്ഞല്ലോ സെബീന, രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു പേര് പറഞ്ഞു, പക്ഷെ അത് മനസ്സിലായില്ല. എന്തോ പേര് പറഞ്ഞത്, കേൾക്കാത്തൊരു പേരായിരുന്നു. ഞാൻ ചോദിച്ചോണ്ട് പിന്നെ സെബീനോട് അത് ക്ലിയർ ആയില്ല, വ്യക്തമായില്ല. അതാണ് ആ ഒരു വേർഡ്, എന്തോ ഒരു പേര് അതിന് പറയും എന്ന് പറഞ്ഞു, പക്ഷെ അത് വ്യക്തമായില്ല. ആ എൻസൈംസിന്റെ പ്രവർത്തനം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ എൻസൈംസിന്റെ പ്രവർത്തനത്തിന് പറയുന്ന പേരാ സെർക്കേഡിയൻ റിതം. ആ അത് തന്നെ. എല്ലാരും എത്ര മണിക്ക് ഭക്ഷണം കഴിക്കുന്ന രാത്രി? ഞാനൊരു 8 വർഷമായിട്ട് വൈകിട്ട് 7 മണിക്ക് മുമ്പായിട്ട് കഴിക്കുന്ന, ഒരു 6:30 7 ആ സമയം വർഷങ്ങളായിട്ട്. അതുകൊണ്ട് എന്റെ വെയിറ്റ് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. പിന്നെ വൈകിട്ട് അതുപോലെ വലിയ വിശപ്പുണ്ടെങ്കിൽ ഒരു റോബസ്റ്റായോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ വെളിയിൽ ഔട്ടിങ്ങിന് പോകുമ്പോൾ വല്ലോ ഇച്ചിരി, അതാണ് നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രാത്രി ഭക്ഷണം. അതായത് ലൈറ്റ് ആയിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുക. അതൊരു ഫാഷനായിട്ട് മാറിയിരിക്കുക എല്ലാവർക്കും ഇപ്പൊ. അത് ശരിയാ. വെയിറ്റ് എത്രയുണ്ട്? എന്റെ 70, വർഷങ്ങളായിട്ട് 70. സജിത 11 മണിയൊക്കെ ആവോ? എപ്പോഴാ കിടന്ന് ഉറങ്ങുന്ന ഇപ്പോ സജിത? കൊറേ ലേറ്റ് ആവും. ഹസ്ബൻഡ് ഹോട്ടലാണ്, അപ്പൊ വരുമ്പോ തന്നെ 1 മണിയാവും. ഹസ്ബൻഡ് ഹോട്ടലാണ്, അപ്പൊ വരുമ്പോ തന്നെ 1 മണിയാവും അദ്ദേഹം വരും. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് വർക്കെല്ലാം ആയിട്ട് കൊറേ ലേറ്റ് ആവും കിടക്കുമ്പോ. പക്ഷെ വെയിറ്റ് ഒന്നും ഇല്ല, ഞാൻ ആകെ 43 ആണ്. ആണല്ലേ? സജിത എവിടെയാ സ്ഥലം? എവിടെയാ? കാസർഗോഡ്. കാസർഗോഡ് എവിടെയാ? കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെന്റ് കോളേജെല്ലാം ഉള്ള. കാസർഗോഡ് ടൗണിൽ തന്നെയാണ്? ആ ടൗണിൽ തന്നെ, ജസ്റ്റ് ഒരു 2 കിലോമീറ്റേഴ്സ് 3 കിലോമീറ്റേഴ്സിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. സ്വന്തം വീട് എവിടെയാ അപ്പൊ? ഇവിടെ തന്നെ അടുത്താണ്. ഹസ്ബൻഡിന്റെ വീട് എന്റെ വീടായിട്ട് ഒരു 4 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഡിഫറൻസ്. അതെല്ലേ? കാസർഗോഡ് ഭാഷ നല്ല പരിചയമുള്ള ഭാഷ, അതുകൊണ്ടാണ് ചോദിച്ചേ. ഓക്കെ മാം. ഞാൻ കുറെ നാള് കാസർഗോഡായിരുന്നു. എവിടെയായിരുന്നു? കാസർഗോഡ് ഞാൻ പഠിച്ചിരുന്നത് മംഗൽപാടി സ്കൂളിലാണ്, ഗവൺമെന്റ് മംഗൽപാടി. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ദൂരമുണ്ട്. കുമ്പളൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പള അടുത്തായിട്ട്. അത് ഭാഷ വേറെ തന്നെയാന്നില്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്ന അതുപോലെ തന്നെ എനിക്ക് അവിടെ ചെന്ന് ആരോട് സംസാരിക്കുന്ന പോലെ തന്നെ തോന്നുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, ആ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്നാലും കുറച്ച് സജിത പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ കുമ്പള കഴിഞ്ഞിട്ട് ഉപ്പള ഭാഗത്തൊക്കെ ആകുമ്പോ ഒരു കന്നഡ മിക്സ് ആയിട്ടുള്ള ഒരു ഭാഷയാണ്. ഭാഷയാണ് അവിടെ ഉള്ളത്. ഞങ്ങളൊരു ജില്ലയിൽ തന്നെ കുറെ ഭാഷയുണ്ട്. എന്റെ ഹൈസ്കൂളൊക്കെ അവിടെയായിരുന്നു. 8th 9th 10th ഒക്കെ കാസർഗോഡായിരുന്നു. അതെയാ? അതെ അതെ. അതാ ചോദിച്ചത്, പെട്ടെന്ന് അത് കേട്ടപ്പോൾ എവിടെ പരിചയമുള്ള പോലെ തോന്നി. നല്ല താളമുണ്ടല്ലേ ഭാഷ. ഓക്കെ, അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ചോദിച്ചത്. 7 മണിക്ക് കഴിക്കുന്നവരൊക്കെ ഉണ്ടോ? 7 മണിക്ക് 8 മണിക്ക്? എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്ലാസ് കഴിയാറായപ്പോഴാണ് നിങ്ങൾ ആക്റ്റീവ് ആയി തുടങ്ങിയത് അല്ലേ? തോന്നുന്നുണ്ടോ അങ്ങനെ? ഉണ്ടായിരുന്നില്ല ഇല്ലേ? തുടങ്ങിയ സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ കുറെ അധികം നിർബന്ധിച്ചാലാണ് എന്തെങ്കിലും പറയാ. പക്ഷെ ഇപ്പൊ നല്ല ആക്റ്റീവായി. ക്ലാസ് തീരാൻ പോവാണ് ഈ മാസം, അപ്പോഴാണ് ആക്റ്റീവ് ആയി തുടങ്ങിയത്. ഓക്കെ, വളരെ നല്ല കാര്യം കേട്ടോ. ഇനിയും ആക്റ്റീവ് ആവെങ്കിൽ തന്നെ സംസാരിക്കുക. ഓക്കെ. മൃദുലൊക്കെ കുറച്ച് പേർക്കൊക്കെ കരച്ചിലൊക്കെ വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ക്ലാസ് എന്താണ്? പ്രാക്ടിക്കൽ 15-ാം തീയതി. 15-ാം തീയതിയാണ്. ആരൊക്കെയാ വരുന്നത്? 8-ാം തീയതി പറഞ്ഞിട്ടുണ്ടല്ലോ മിസ്. 8-ാം തീയതി വരുന്നവർക്ക്. 8-ാം തീയതി നിങ്ങൾക്കല്ല, വേറെ ബാച്ചിനാണ്. അല്ല, ഗ്രൂപ്പിലാണ് പറ്റാത്തവര് 8-ാം തീയതി. 15-ാം തീയതി വരാൻ പറ്റാത്തവർ 8-ാം തീയതി. ഓക്കെ, 15-ാം തീയതി വരാൻ പറ്റാത്തവർക്ക് 8-ാം തീയതി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാണ് വരുന്നതെന്ന് തമ്പ് ചെയ്യാമോ? ഞങ്ങളൊന്നും ഇല്ല ഇപ്പൊ.
പ്രത്യക്ഷ വരുന്നുണ്ട്. പിന്നെ മിസ്സേ വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനുള്ള പ്രയത്നത്തിലാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. റെക്കോർഡ് കംപ്ലീറ്റ് ആക്കണം. എന്തായാലും 2 ആഴ്ച ഉണ്ടല്ലോ, ഒരാഴ്ചയും കൂടെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ജിഷാമാൻ പറഞ്ഞായിരുന്നു റെക്കോർഡ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്ന്. അതെ അതെ, അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. അപ്പൊ വൈവ സമയത്തൊക്കെ നമ്മൾ ചോദിക്കുമ്പോ ഒന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതി, വൈവക്ക് മുമ്പൊക്കെ. ഓക്കെ ഓക്കെ മാം, എന്തായാലും കോൺവെക്കേഷന് വരുവാണെങ്കിൽ കോൺവെക്കേഷന് വരുമ്പോൾ അത് സൈൻ ചെയ്ത് സീൽ ചെയ്തിട്ട് പോകാം. അങ്ങനെയും ചെയ്യാം. എന്തായാലും വരണം. എനിക്കിവിടെ അടുത്താണ്, എനിക്കധികം ദൂരമില്ല, 7 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ കൂനമ്മാവാണ് സ്ഥലം. അപ്പൊ വരാൻ പറ്റും അല്ലേ, റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ട്. എന്തായാലും വരും പ്രത്യക്ഷ. റെക്കോർഡ് പിന്നെ കംപ്ലീറ്റ് ചെയ്ത് സൈൻ ചെയ്താൽ മതിയില്ലേ? ഓക്കെ മാം, വരണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം ഇതെല്ലാം നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരമല്ലേ. അത് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. ഏറ്റവും ഈ ക്ലാസ് തന്നെ അങ്ങനെ നമുക്കതെല്ലാം ടച്ച് ചെയ്ത്, നമ്മൾ എത്ര ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അതെല്ലാം നമുക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്ന അവസരമല്ലല്ലോ. അപ്പൊ അത് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഉണ്ട് മാം, വരും. ഞാനില്ലാണ്ട് എന്ത് പ്രാക്ടിക്കൽ? കറക്റ്റ് ആയിട്ട് നമുക്ക് 2-3 ടീച്ചേഴ്സിനെയാണ് അലോ ചെയ്തിരിക്കുന്നത് അവിടെ. അപ്പോ ഏതൊക്കെ ബാച്ചിനാണ് നമ്മൾ പഠിപ്പിക്കാന്ന് അറിയാം, അതായത് വരാന്ന് അറിയാൻ പറ്റില്ല. നോക്കാം. അടുത്താണോ? ഞാൻ അടുത്ത് തന്നെയാണ് വരാൻ. ഞാൻ ക്ലാസ്സിന് ഇല്ലെങ്കിലും നിങ്ങളെ കാണാനായിട്ട് വരാം കേട്ടോ. അങ്ങോട്ട് വരും. ഇല്ലെങ്കിൽ ജിഷ്ണാനോടൊന്ന് പറഞ്ഞാൽ മതി എന്നെ ഒന്ന് വിളിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഓടിയെത്താം. അത് മതിയില്ലേ? ഓക്കെ മാം. 8-ാം തീയതി ക്ലാസ്സിന് ഞാൻ ഉണ്ടാവും. ഞാനും ജിഷ്ണ മാമും ആണ് ഉള്ളത്. ഇനി നിങ്ങളുടെ ബാച്ചുകാരന് ഈ മാസം തന്നെ നമുക്ക് 3 പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് അലൗഡ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പൊ എന്തായാലും എന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ 1 അരമണിക്കൂർ കൊണ്ട് എത്താം. ബസ്സിനാണെങ്കിൽ 1 അരമണിക്കൂർ കൊണ്ട് എത്താം. അപ്പൊ ഞാൻ വരാം കേട്ടോ. വലിയ വെള്ളത്തിരുത്ത് എന്ന് പറയും. നോർത്ത് പറവൂര് തന്നെ, വലിയ വെള്ളത്തിരുത്ത്. നോർത്ത് പറവൂര് തന്നെയുള്ള ഒരു സ്ഥലമാണ്. മിസ്സേ, ഈ ഓരോ ബാച്ചിന്റെയും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലേ അപ്പൊ പ്രാക്ടിക്കലിന് വരുന്നത്, അതോ വേറെ വരുമോ? ടീച്ചേഴ്സ് തന്നെയാണ്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. 2-3 ടീച്ചേഴ്സ് ഒക്കെയാണ് വരിക. അപ്പൊ നമുക്ക് നോക്കാം. മാക്സിമം ഞാൻ വരാം. ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ജിഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കോൾ ചെയ്യും. അപ്പൊ ഞാൻ അപ്പൊ തന്നെ വരാം കേട്ടോ. അങ്ങനെ മതിയില്ലേ? കണ്ടാ മതിയില്ലേ? അത് നമ്മൾ ഈ വീക്ക് തന്നെ പറയും. എന്താണ്? ശ്രുതി മാം വേണമെന്ന് ഈ വീക്ക് തന്നെ ജിഷ മാമിനോട് പറയാം. ജിഷാമിനോട് പറയോ? ക്ലാസ്സിൽ കയറുമ്പോൾ പറഞ്ഞേക്കാം. അപ്പൊ കോൺവെക്കേഷന് ഒപ്പന കളിക്കാവാ. ഒപ്പന നമുക്ക് ഈ മാസം 3 പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. ഒന്ന് 13 വരുന്നുണ്ട്, 8-ാം തീയതി. പിന്നെ നിങ്ങളുടെ വരുന്നുണ്ട്. പിന്നെ 12 ബാച്ചിന്റെ വരുന്നുണ്ട് 29-ാം തീയതി. അങ്ങനെ 3 പ്രാക്ടിക്കൽസ് ആണ് വരുന്നത്. അപ്പോ മാറി മാറിയാണ് ടീച്ചേഴ്സിനെ അലോ ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് പോകുന്നത്. നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന ടീച്ചേഴ്സ് തന്നെ. ജിഷ മാം എന്തെങ്കിലും ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ മറ്റേ ടീച്ചേഴ്സ് ആരൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നോക്കിയാൽ മതി. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോ ഇന്ന് ഞാന് പ്രാക്ടിക്കൽസിന്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് അതിലോട്ട് കിടക്കാമെന്നാ. മിസ്സിനെ കോട്സ് ഉണ്ടായിരുന്നു, അത് പറഞ്ഞില്ല. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. ഞാനാണ് പറയേണ്ടത്. വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ശക്തി. മഹാത്മാഗാന്ധി. അപ്പൊ നമുക്ക് ആദ്യം ഫ്രെയിംസ് കാണാം കേട്ടോ. കുറച്ച് ഫ്രെയിംസ് ഉണ്ട്. ഇത് നിങ്ങളോട് അപർണ മിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിരുന്നു. എല്ലാരും ചെയ്തായിരുന്നോ? മാം ഒരു 2 പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്തോ വേഡ് കാർഡോ അങ്ങനെ അശ്വതി മിസ് പറയൂന്ന് പറഞ്ഞു.
ഏതാണ്? നമ്പർ കാർഡോ വേഡ് കാർഡോ അങ്ങനെ എന്തോ രണ്ടെണ്ണത്തിന്റെ പേരൊന്ന് പറഞ്ഞായിരുന്നു. അശ്വതി മിസ് പറയൂന്നും പറഞ്ഞു. നമ്പർ വീലാണ്. നമ്പർ വീലല്ലേ? പിക്ചർ വീല് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഞാൻ? വീലല്ല വീലല്ല മാം, എന്തോ പിക്ചർ കാർഡ് നമ്പർ കാർഡോ അങ്ങനെ എന്തോ ഒരു പേരാ പറഞ്ഞു. റീഡിംഗ് കാർഡ് അല്ലേ? പിക്ചർ കാർഡ്, റീഡിംഗ് കാർഡ്. നോക്കട്ടെ എന്താണെന്ന് അപർണ മിസ്സിനോട് ചോദിക്കാം. മാം എനിക്ക് തോന്നുന്നു ആ പിക്ചർ മറ്റേ ഇപ്പൊ ഒരു ആപ്പിളിന്റെ ആണെങ്കിൽ ആപ്പിൾ പോലെ നമ്മള് ഒപ്പിച്ച് വെച്ചിട്ട് അത് ഇങ്ങനെ എഴുതി വെക്കുക, അങ്ങനെയാണോ? അതാണോ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. അതെ അല്ലേ? നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. ഇത് നോക്കിയാ നിങ്ങള് ഇതെന്താണെന്ന് അറിയാമല്ലോ. ബട്ടൺ. ബട്ടൺ ഫ്രെയിം ആണ് അല്ലേ? ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണത്? ബട്ടൺസ് കുട്ടികൾക്ക് പെട്ടെന്ന് ഇടാൻ വേണ്ടിട്ട് പഠിക്കുക. ബട്ടൺസ് ഒക്കെ എങ്ങനെ ഇടാം. ഇപ്പൊ ഷർട്ടില് ബട്ടൺ ഇട്ട് പിന്നെ മറ്റു പലപ്പോ നമ്മള് യൂസ് ചെയ്യുന്ന പല സംഭവങ്ങളിലും നമ്മൾ ഈ ബട്ടൺസ് കാണാറുണ്ട്. അപ്പൊ എങ്ങനെ ഇത് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാം, എങ്ങനെ അവരെ ഫിംഗർ ഉപയോഗിച്ച് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ അകത്ത് നമ്മൾക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിക്കും ഈ ഫ്രെയിം, അതായത് കണ്ടോ, ഫ്രെയിം കണ്ടോ? ഇത് വുഡൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. വുഡൻ ആണ്, പ്യുവർ വുഡൻ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള എന്താ പറയാ മെറ്റീരിയൽ ആണ്. ഇതെന്തിനാണ് ഈ ഫ്രെയിം ഇവിടെ യൂസ് ചെയ്യുന്നതിന്? മാം ചിലപ്പോൾ കുട്ടികൾക്ക് ബുക്കൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഇത് കിട്ടുമായിരിക്കും, ഇതിങ്ങനെ ടച്ച് ചെയ്യുമ്പോ. അറിയില്ല മാം. എന്തിനായിരിക്കും ഈ ഫ്രെയിം? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ രണ്ട് ഹോള് കാണുന്നുണ്ടോ? ഇത് ഹാങ് ചെയ്ത് ഹാങ് ചെയ്യാനാണ്. അതായത് മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ ഇത് ഹാങ് ചെയ്തിട്ടായിരിക്കും വെച്ചിരിക്കുന്നുണ്ടാവുക. അപ്പോ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ഇഷ്ടത്തിന് ഇത് ചെന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ. അപ്പോ ഇത് നമ്മൾ ഹാങ് ചെയ്യുന്നെന്ന് പറഞ്ഞാല് കുട്ടികളുടെ ഉയരത്തിനനുസരിച്ച് അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം നമ്മളിത് ഹാങ് ചെയ്യാനായിട്ട്. ഏറ്റവും മുകളിലൊക്കെ കൊണ്ടുപോയി ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൈ എത്തിപ്പിടിക്കാൻ പറ്റുമോ? എത്തിപ്പിടിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. അപ്പോ ഏറ്റവും എന്താ പറയാ കുട്ടികളുടെ കൈ, അതായത് നമുക്കറിയാം ഏത് നമ്മൾ ഇപ്പൊ 3 to 6 ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് എത്ര മാത്രമാണ് ഹൈറ്റ് ഉള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ ഒരേ വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരേ ഹൈറ്റ് തന്നെയാണ് വരിക. ചില കുട്ടികൾക്ക് കൂടുതൽ ഉണ്ടാവാം, ചില കുട്ടികൾക്ക് കുറവുണ്ടാകാം. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവർക്കും സിമിലർ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹൈറ്റിനനുസരിച്ച് ഇത് നമുക്ക് വാളില് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോള് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അത് കണ്ടല്ലോ. Then next one, ബെൽറ്റ് ഫ്രെയിം ആണ് കേട്ടോ. അത് ബെൽറ്റ് അല്ലെങ്കിൽ ബക്കിൾ ഫ്രെയിം എന്ന് പറയും. കാണുന്നുണ്ടോ? ഓക്കെ. ഇത് എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നേ? ഇത് ബെൽറ്റിനായിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ ബാഗ്സ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ ആണോ? സ്കൂൾ ബാഗുകൾ അല്ലേ? ബാഗിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ ബെൽറ്റ്. ഓക്കെ. ഇങ്ങനെയുള്ള ബാഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ പെട്ടെന്ന്, അതായത് അതെങ്ങനെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബെൽറ്റ് അല്ലെങ്കിൽ ഫിംഗർ മസിൽസ് ഡെവലപ്പ് ആകാനും ഇത് ഉപയോഗിക്കും. അതെ അതെ. അവരുടെ ഫിംഗർ മസിൽസ്, അതായത് ചെറിയ അവരുടെ എന്താ പറയാ ചെറിയ ചെറിയ മസിലുകൾ ഉണ്ടല്ലോ ഈ ഫിംഗറിലുള്ള ഈ മൂന്ന് വിരലാണ് കേട്ടോ പ്രത്യേകിച്ചും കൂടുതലായിട്ട്. നമ്മൾ പെൻസിൽ പിടിക്കുന്ന വിരൽ എന്ന് പറഞ്ഞാൽ ഈ 3 വിരലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പെൻസിൽ പിടിക്കുന്നത്. അപ്പൊ ഈ ഒരു 3 ഫിംഗേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. കറക്റ്റ് ആയിട്ട് ഇതെങ്ങനെയാണ്
അതായത് കുട്ടികളുടെ രണ്ട് കൈയും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ആക്ടിവിറ്റി. പെൻസിലൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഈ വിരലുകളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് കൈയിലത്തെയും ഫിംഗേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതാണ് ബെൽറ്റ് അല്ലെങ്കിൽ ബക്കിൾ ഫ്രെയിം. നെക്സ്റ്റ് വൺ സിബ്. സിബ് ഇതിലൊക്കെ കാണാറുണ്ട്. സിബ് ബാഗിൽ കാണാറുണ്ട് അല്ലെ? ട്രൗസർ, പാന്റ്, പിന്നെ കുട്ടികൾക്ക് ട്രൗസേഴ്സ് അല്ലെ, പാൻസിലൊക്കെ കാണാറുണ്ട് അല്ലെ ഫിംഗേഴ്സ്. ഓക്കെ, അപ്പോ അത് അവർക്ക് കൂടുതൽ ഫെമിലിയർ ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിബ് ഫ്രെയിം കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, മൂന്ന് കാര്യങ്ങളും ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ എന്താ പേര് ഇതിന്റെ? വെൽക്രോ. വെൽക്രോ. വെൽക്രോ അല്ലേ? ഏതിലൊക്കെയാണ് നമ്മൾ കാണുന്നത് കൂടുതലായിട്ടും? ഷൂല് കാണാറുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ ഇതിലാ കുട്ടികളുടെ ചെറിയ മുണ്ട്. യെസ്. ഓക്കെ, ഇതാണ് വെൽക്രോ. ദെൻ ലാസ്റ്റ് വൺ ഇതാണ് ഷൂ ലേസ്. ലേസ് ഫ്രെയിം ആണ് ഇട്ടത്. ലേസ് ഫ്രെയിം എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്? കുട്ടികളെ എന്തിനു വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്? ഷൂ ലേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ? അപ്പോ 5 തരത്തിലുള്ള ഫ്രെയിമുകൾ നമ്മൾ കണ്ടു. അതില് 3 എണ്ണത്തിന് ഫ്രെയിം ഇല്ല കേട്ടോ. ഒന്ന് ലേസ് ഫ്രെയിം, പിന്നെ ഒന്ന് വെൽക്രോ, പിന്നെ സിബ് ഫ്രെയിം നോക്കി, പിന്നെ ബെൽറ്റ് അല്ലെങ്കിൽ ബക്കിൾ ഫ്രെയിം കണ്ടു, പിന്നെ ബട്ടൺ ഫ്രെയിം കണ്ടു. എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്ലിയർ ആയിരിക്കും. നമുക്ക് ഹുക്ക് ഫ്രെയിം ഒന്നില്ല. ഫ്രെയിം വേണമെന്ന് നിർബന്ധമുണ്ടോ മാം? വേറെ എന്താണ്? അതിന് ഫ്രെയിം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഫ്രെയിം ഇല്ല ഇല്ല, വേണ്ട. നിങ്ങള് സാധാ പോലെ ചെയ്താൽ മതി. ഓക്കെ മാം, അപ്പൊ ഹുക്ക് ഫ്രെയിം ഒന്നില്ലേ? എന്താണ്? ഹുക്ക് അതിന്റെ ഫ്രെയിം. ഹുക്ക് പറഞ്ഞോ. ഹുക്കിന്റെ ഫ്രെയിം ഇല്ലേ? അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനൊന്ന് ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. എന്താ ഇത്?
മാറ്റ്. മാറ്റ് അല്ലേ? ഓക്കെ. ഇവിടെ നമ്മള് 2 രീതിയിലാണ് ഇവിടെ മാറ്റ് ഉള്ളത്. ഒന്ന് ഈ ഒരു ടവൽ പോലത്തെ ഒരു സംഭവം, പിന്നെ ഒന്ന് ഇത്. കണ്ടോ? എന്തിനു വേണ്ടിയിട്ടാ മാറ്റ് ഉപയോഗിക്കുന്നേ? ഓരോ കുട്ടികളുടെ ചെയ്യാൻ വേണ്ടി. കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ മാറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ. മാറ്റ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവർക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ അവർക്ക് കൊടുക്കാൻ പറ്റും. അവിടെ തന്നെ ഇരുന്ന് അവർക്കൊരു സ്പേസ് മാറ്റി വെച്ച് അത്രയും ഏരിയ അവർക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. അതെ അല്ലേ? വർക്ക് ചെയ്യും. അതായത് നമ്മള് ഏതൊരു മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും മാറ്റ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. മനസ്സിലായോ? അതായത് ആ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽ താഴെ വീണ് പോകാതിരിക്കാനും അതുപോലെ തന്നെ മെറ്റീരിയൽസിന് ഡാമേജ് ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? മാറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. മെറ്റീരിയൽസ് ആ സ്പേസിൽ നിന്ന്, അതായത് ഒരു ടേബിൾ, ഇപ്പൊ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കും, ഒരു ചെയർ ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ നിലത്ത് ചിലപ്പോൾ മാറ്റി വിരിച്ചിട്ടായിരിക്കും ആ കുട്ടി ആക്ടിവിറ്റി ചെയ്യുന്നത്. ആ സമയത്ത് ആ മെറ്റീരിയൽസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അതുപോലെ തന്നെ ആ മെറ്റീരിയലിന് ഡാമേജ് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു വുഡൻ പീസസ് ആണ് എല്ലാനും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ വുഡൻ പീസസിന് സ്ക്രാച്ച് സംഭവിക്കാതിരിക്കാനും മാറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത് ഈ 4 ടൈപ്പ് സിലിണ്ടേഴ്സ് ആണ്. ഇത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. എന്റെ പേരെന്താ? നോബിൾ സിലിണ്ടർ. നോബിൾ സിലിണ്ടർ ആണോ നോബ്ലെസ് സിലിണ്ടർ ആണോ? നോബ്ലെസ്. ഓക്കെ. അപ്പൊ ഞാനത് ആദ്യം ഓപ്പൺ ചെയ്യാം. ആദ്യം യെല്ലോ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോ അത് യെല്ലോ, ഇതിന്റെ അതായത് ഈ ഒരു ബോക്സിന്റെ കളർ വരുന്നത് യെല്ലോ ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള സിലിണ്ടേഴ്സിന്റെ കളർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെല്ലോ തന്നെ. കളർ ആയിരിക്കും അല്ലേ? ഓക്കെ, കണ്ടോ? ഇത് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഞാൻ ഇനി ഇത് പുറത്തെടുത്ത് വെക്കാം. ഓക്കെ. ഈ നോബ്ലെസ് സിലിണ്ടർ ഇത് യെല്ലോ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ? എന്താണ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തോന്നുന്നേ ഇത് നോക്കുമ്പോ? വലിപ്പം മനസ്സിലാവാൻ. എന്താ? വലിപ്പം, സൈസ് മനസ്സിലാവാൻ. സൈസ് മനസ്സിലാവാനാണല്ലേ. ഇതിനകത്ത് നമുക്ക് ഡിഫറൻസ് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഹൈറ്റ് മുകളിലോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും. ഹൈറ്റ് കൂടുന്തോറും വിട്ട് എന്ത് ചെയ്യുവാണ്? ഹൈറ്റ് കൂടുന്തോറും വിട്ട് എന്ത് ചെയ്യുവാണ്? കൂടുതലല്ലേ ചെയ്യുന്നത്? വിട്ട് കൂടുന്നു അല്ലേ? ഹൈറ്റ് കുറയും തോറും വിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോ കുറയുന്നു അല്ലെ? നോക്കി, ഏറ്റവും ഫസ്റ്റത്തെ ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും സൈസ് കൂടിയിട്ടുള്ള സിലിണ്ടേഴ്സ് ആണത് അല്ലേ? അതിന്റെ ഹൈറ്റ് കൂടുതലാണ്, വിട്ട് കൂടുതലാണ്. രണ്ടാമത്തേത് വരുമ്പോൾ അതിന്റെ ഹൈറ്റ് കുറവാണ്, വിട്ട് കുറവാണ്. മൂന്നാമത്തേത് വരുമ്പോൾ രണ്ടാമത്തേതിനും കുറവ്. അങ്ങനെ കുറഞ്ഞു അപ്പൊ 2 രീതിയിൽ പറയാം നമുക്ക് അല്ലെ? എന്താണ്? ഹൈറ്റ് കൂടുന്തോറും വിട്ട് എന്ത് ചെയ്യുവാണ്?
ഹൈറ്റ് വിട്ട് കൂടുന്നു അല്ലെ? ഹൈറ്റ് കുറയും തോറും വിട്ടും കുറഞ്ഞു. കുറയും. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തേത്. എത്ര എണ്ണമാണുള്ളത് നോക്കിയ ഇതിനകത്ത്? എത്ര എണ്ണം ഉണ്ട് സിലിണ്ടേഴ്സ്? 10 എണ്ണമാണുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഇത് അങ്ങോട്ട് നീക്കി വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇതെന്ത് കളറാ? ബ്ലൂ ബ്ലൂ ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള സിലിണ്ടേഴ്സിന് എന്ത് കളറായിരിക്കും? ബ്ലൂ കളർ. ഓക്കെ, എന്താ മനസ്സിലായേ? അത് വിട്ടെല്ലാം സെയിം അല്ലേ? ഹൈറ്റ് ഹൈറ്റിലാണ് ഡിഫറൻസ് ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഈ ഒരു ബ്ലൂ സിലിണ്ടേഴ്സിന്, ഓബ്ലസ് സിലിണ്ടേഴ്സിന്റെ പ്രത്യേകത ഹൈറ്റ് വിട്ട് സെയിം ആണ്, ഹൈറ്റിനാണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ മാം. ശബ്ദം കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഇത് നിങ്ങൾ നേരിട്ട് പ്രാക്ടിക്കലിന് വന്നാൽ അറിയാനായിട്ട് സാധിക്കും. മെയിൻ ആയിട്ട് കുട്ടികൾക്ക് ഇത് അട്രാക്റ്റീവ് ആവുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് വെച്ചാല് ഇതിന്റെ കളറാണ് ഒന്നാമത്. ഓക്കെ, കുട്ടികൾക്ക് പെട്ടെന്ന് അട്രാക്ഷൻ വരില്ലേ ഇതിന്റെ കളർ കണ്ടു കഴിഞ്ഞാല്? പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് പ്രാക്ടിക്കലിന് വരുമ്പോൾ സൗണ്ട് ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഒരു അടിപൊളി സൗണ്ട് ആണ് ഉണ്ടാവുക. അപ്പൊ കുട്ടികൾക്ക് അത് കൂടുതൽ അതിനകത്തോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. അതായത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവർക്ക് കൂടുതൽ ഇഷ്ടം. ആ ഒരു രീതിയിലാണ് ഇതിന്റെ കളറും സൈസും അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ടും വരുന്നത്. ഓക്കെ ആണോ? ഇനി ഞാൻ ബ്ലൂ നീക്കി വെച്ചു. അടുത്തത് ഞാൻ റെഡ് ആണ് എടുക്കുന്നത്. കണ്ടോ? റെഡ് ഓപ്പൺ ചെയ്തു. എല്ലാത്തിലും 10 എണ്ണമാണ് ഉള്ളത് കേട്ടോ. 10 എണ്ണം വീതമാണുള്ളത്. പക്ഷെ റെഡില് ഒരെണ്ണം നമുക്കില്ല ഇപ്പൊ തൽക്കാലം. അതൊരെണ്ണം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 9 എണ്ണമാണ് കേട്ടോ ഉള്ളത്. ഒരെണ്ണം ഉണ്ടായിരുന്നു. എല്ലാത്തിലും സെയിം നമ്പർ 10 എണ്ണം തന്നെയാണ് ഉള്ളത്. റെഡില് മാത്രം 9 എണ്ണം ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. എന്താ തോന്നുന്നേ? ഹൈറ്റ് എല്ലാം സെയിം ആണ്. വിഡ്ത്ത് വ്യത്യാസം. ഹൈറ്റ് സെയിം ആണ്, പക്ഷെ വിട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? സിലിണ്ടേഴ്സ് പരസ്പരം കമ്പൈൻ ചെയ്ത് വെക്കാം. നോക്കിക്കോളൂ കേട്ടോ. ഞാനിപ്പോ യെല്ലോ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
ഭംഗിയില്ലേ കാണാനായിട്ട്? ബോട്ടില് പോലെ തോന്നുന്നുണ്ടോ? ഉണ്ട് മാം. അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, ഇത് നമുക്ക് കമ്പൈൻ ചെയ്യാം. ഇതിപ്പോ ഞാൻ റെഡും യെല്ലോയും തമ്മിലാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ബ്ലൂ ആയിട്ട് കമ്പൈൻ ചെയ്യാം, ഗ്രീൻ ആയിട്ട് കമ്പൈൻ ചെയ്യാം, അങ്ങനെ കമ്പൈൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ തിരിച്ച് അതിലോട്ട് തന്നെ ഇടുവാണിത്. Then next one. എന്ത് കളറാ? വിച്ച് കളർ? ഇത് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. എന്താ മനസ്സിലായേ? വിട്ട് കുറയുന്നതിനനുസരിച്ച് ഹൈറ്റ് കൂടുന്നു. ആണോ? വിട്ട് കുറയുന്നതിനനുസരിച്ച് ഹൈറ്റ് കൂടുന്നുണ്ടോ? ഉണ്ടല്ലേ? ആണോ? വിട്ട് കൂടുന്നതിനനുസരിച്ച് ഹൈറ്റ് കുറയുന്നു. വിട്ട് കൂടുന്നതിനനുസരിച്ച് ഹൈറ്റ് കുറയുന്നു. കുറയുന്നു. ഉം. അങ്ങനെയാണോ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വിടുത്ത് കുറയല്ലോ ചെയ്യും. അതെ അതെ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വിട്ട് കുറയുവാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിത് പ്രാക്ടിക്കലിന് വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രീൻ കളറിൽ ക്ലാരിറ്റി കിട്ടും കേട്ടോ. ഓക്കെ. ഓക്കെ മാം. അപ്പൊ ഇതും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം കേട്ടോ. കമ്പൈൻ ചെയ്യാവുന്നതാണ്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനൊന്ന് ഓഫ് ആക്കുവാണ്.
ഞാനിപ്പോ മാറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടുണ്ട്. പുറത്തെടുത്തിട്ടില്ല കേട്ടോ മെറ്റീരിയല്. എന്തായിരിക്കും ഇത്? നല്ല പിടിയുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബ്രൗൺ സ്റ്റെയർ ആണ്. യെസ്, ബ്രൗൺ സ്റ്റെയർ ആണ് കേട്ടോ. ഞാനിപ്പോ ഇതെടുത്ത് പുറത്ത് വെക്കാം. നമുക്ക് അറേഞ്ച് ചെയ്യാം. വെയിറ്റ് ഉണ്ടോ സംഭവത്തിന്? നോക്കിയാ നിങ്ങള് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലേ? കാണുമ്പോ തന്നെ അറിയാം. ഓക്കെ, ഇത് ക്യൂബോയിഡ് ഷേപ്പ് ആണ് കേട്ടോ. ക്യൂബോയിഡ് ഷേപ്പ് ആണ്. കൂടുതല് കുട്ടികൾക്ക് ഇതിന്റെ സൈസ്, അതുപോലെ തന്നെ വെയിറ്റ്, പിന്നെ അതുപോലെ ക്രോമാറ്റിക് സെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നത്. ഓക്കെ, അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ അത്യാവശ്യം എന്താ പറയാ, നല്ല രീതിയിൽ സൈസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഷേപ്പ്, പിന്നെ കളറ്, അതായത് ബ്രൗൺ കളറാണ് ഇതിന് വരുന്നത്. ഓക്കെ, ഓ ഞാനിതിപ്പോ ഇത് അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതും 10 ആണോ? ഇത് മൊത്തം 11 ഉണ്ട്. അതിൽ നമ്മൾ 10 സ്റ്റെയർസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഒരെണ്ണം നമ്മൾ കൺട്രോൾ ഓഫ് എറർ ആയിട്ട് യൂസ് ചെയ്യുന്നു. കൺട്രോൾ ഓഫ് എറർ എന്ന് പറഞ്ഞാല് ലെവൽ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇതാണ് ബ്രൗൺ സ്റ്റെയർസ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ലാസ്റ്റത്തെ സ്റ്റെയർ ഉണ്ടല്ലോ, ലാസ്റ്റത്തെ ഷേപ്പ് ഉണ്ടല്ലോ, അതും പിന്നെ നമ്മൾ കൺട്രോൾ ഓഫ് എററായിട്ട് ഉപയോഗിക്കുന്നതിനും ഒരേ വലിപ്പമാണ് കേട്ടോ. സെയിം സൈസ് ആണ് വരുന്നത്. മനസ്സിലായോ? മാഡം ഇത് ഏതാണ് മെറ്റീരിയൽ വരുന്നത്? ഇങ്ങനെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഇത് വുഡൻ പീസ് ആണ്, വുഡൻ ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് പല രീതിയിൽ പല കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇപ്പൊ ലോക്കൽ ഇപ്പോ നമ്മൾ ഈ ആശാരിമാരൊക്കെ ഇല്ലേ, വുഡന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരുടെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാല് കുറച്ച് വില കുറവുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. മെറ്റീരിയൽ അവരുടെ അടുത്ത് ഉപയോഗിക്കുന്ന മരക്കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വെച്ചുണ്ടാക്കാൻ സിമെന്റ് അത് വെച്ചുണ്ടാക്കാനും പറ്റും കേട്ടോ. സിമെന്റ് വെച്ചുണ്ടാക്കാനും സാധിക്കും. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് കൺട്രോൾ ഓഫ് എറർ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഈ ഒരു സ്റ്റെയർസിന്റെ എണ്ണം എന്ന് പറയുന്നത് 11 ആണ്. അതിനകത്ത് 10 സ്റ്റെയർസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. 11ാമത്തെ ആള് കൺട്രോൾ ഓഫ് എറർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ലെവല് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ലെവല് നോക്കുന്നത്. കറക്റ്റ് ഫിറ്റ് അല്ലേ? അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും. അതായത് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മിസ്മാച്ച് ചെയ്തിട്ടാണ് കുട്ടികൾ വെച്ചിരിക്കുന്നതെങ്കിൽ കൺട്രോൾ ഓഫ് എറർ ഉപയോഗിച്ച് അത് തിരുത്താനായിട്ട് കുട്ടികൾക്ക് സ്വയം സാധിക്കും.
അതിനാണ് ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടാമത്തത് നോക്കൂ, കണ്ടോ? കറക്റ്റ് ലെവലാണ് അല്ലേ? ദെൻ തേർഡ് സ്റ്റെപ്പ് ആണ്, കറക്റ്റ് ലെവലാണ്. ദെൻ ഫോർത്ത്, ദെൻ അടുത്തത്, കണ്ടോ? ഓക്കെ. ഓക്കെ, ഇതാണ് കൺട്രോൾ ഓഫ് എറർ. ഞാൻ ഇനി ഇത് മിസ്മാച്ച് ചെയ്യാമെന്ന്. ആദ്യത്തേത് നോക്കി കറക്റ്റ് ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തത് കുട്ടി നോക്കുവാണ്. അപ്പൊ നോക്കി, കണ്ടോ? ലെവല് കറക്റ്റ് അല്ല. ആദ്യത്തേത് പോലെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് കുറെ അല്ലേ? പിന്നെ വീണ്ടും മൂന്നാമത്തത് നോക്കുവാണ്, അപ്പോഴും ശരിയല്ല. നാലാമത്തത് നോക്കുവാണ് വീണ്ടും, അപ്പോഴും കറക്റ്റ് അല്ലാതിരിക്കുവാണ്. കണ്ടോ? അങ്ങനെ കുട്ടിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കുട്ടിക്ക് ഈ സ്റ്റേഴ്സ് ശരിയാക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ. പിന്നെ കുട്ടികളുടെ കൺസ്ട്രക്റ്റീവ് മൈൻഡ് ഇതിലൂടെ ഡെവലപ്പ് ആവുന്നുണ്ട്. അതും ഒരു പ്രത്യേകതയാണ് കേട്ടോ. കൺസ്ട്രക്റ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രൗൺ സ്റ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? എടുത്തു വെച്ചോട്ടെ. ഓക്കെ. സെക്കൻഡ്. ഹലോ, ക്ലാസ് കഴിഞ്ഞോ? അതോ കാണുന്നുണ്ടോ ആർക്കേലും? ഇല്ല. അപ്പൊ ഞാൻ കുറച്ച് ഷേപ്സ് പരിചയപ്പെടുത്താം. ഓക്കെ. എന്ത് ഷേപ്പാണെന്ന് പറയാൻ പറ്റുമോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എഗ്ഗിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ? യെസ് മാം. യെസ്. ഇതിന് പറയുന്നതാണ് ഓവോയിഡ് കേട്ടോ. ഓവോയിഡ്. ഓക്കെ, ഓവോയിഡ് എന്നാണ് പറയുന്നത് കേട്ടോ. OVOID.
ഓവോയിഡ്. ജോമെട്രിക്കൽ ഷേപ്സ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നേ. ക്ലിയർ ആണോ? ഓക്കെ. The next one. ഇത് കറക്റ്റ് എഗ്ഗിന്റെ പോലെ ഉണ്ടല്ലേ, കളറും കൂടി ആയപ്പോ. ഈ ഷേപ്പ് എന്താ? ഇത് എലിപ്സോയിഡ് ആണ് കേട്ടോ. എലിപ്സോയിഡ്. എലിപ്സോയിഡ് ആണ്. മാം അത് കണ്ടില്ല മാം, ഒന്നുകൂടി ക്യാമറ കറക്റ്റ് അല്ല. കണ്ടില്ലേ? അല്ല മാം, കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് വെക്കൂ. ഇപ്പൊ കാണത്തില്ല. ഇല്ല കാണില്ല മാം. ഇങ്ങോട്ട് ഇച്ചിരി കൂടെ ഇപ്പുറത്തോട്ട് വലിക്കും മാം. കൈ ബാക്കിലോട്ട് വലിക്കും. മാം ടേബിൾ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ടേബിളിന്റെ അടുത്തല്ല മാം, സെന്റർ. എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതെന്താണ് ഞാൻ പറഞ്ഞത്? ഓവോയിഡ്. ഓവോയിഡ് ആണ് കേട്ടോ. ഓക്കെ. ഇത് എലിപ്സോയിഡ് ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. കാണുന്നില്ല മാം. ഒട്ടും കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. ഇത് ഓവോയിഡും ഇത് എലിപ്സോയിഡും ആണ്. കണ്ടോ? ഇതിന് ഒരേ സൈസ് ആണ് വരിക. പക്ഷെ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു എന്താ പറയാ മൊന പോലെ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് ഓവോയിഡ് എന്ന് പറയുന്നത്. ഇത് എലിപ്സോയിഡ് ആണ്. രണ്ടും ക്ലിയർ ആണോ? നാടൻ കോഴിയുടെ മുട്ട ഓവോയിഡും ബ്രോയിലർ കോഴിയുടെ മുട്ട എലിപ്സോയിഡും. അതെ, അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ, ഇത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു സംഭവം. എന്താ? സ്പിയർ. സ്പിയർ ആണ് കേട്ടോ. ഇതോ? ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ബ്രൗൺ സ്റ്റെയറിന്റെ പറഞ്ഞില്ലേ ക്യൂബോയിഡ് ഷേപ്പ് ആണെന്ന്, ആ ഷേപ്പ് ആണത് കേട്ടോ. ക്യൂബോയിഡ് ആണ്. മാം റെക്ടാങ്കുലർ പ്രിസവും ക്യൂബോയിഡ് ഒന്നല്ലേ മാം? റെക്ടാങ്കുലർ ഇല്ല, വേറെയാണ്. റെക്ടാങ്കുലർ പ്രിസം ഇതാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് റെക്ടാങ്കുലർ പ്രിസം. കണ്ടോ? ഓക്കെ, ഇതാണ് റെക്ടാങ്കുലർ പ്രിസം കേട്ടോ. ഓക്കെ. ഇതോ? ട്രയാങ്കുലർ പ്രിസമാണ് കേട്ടോ. ട്രയാങ്കുലർ പ്രിസമാണ് കേട്ടോ. ട്രയാങ്കുലർ പ്രിസമാണ്. നമുക്കറിയാം എന്താണെന്ന്. പിരമിഡാണ്. പിരമിഡാണ് കേട്ടോ. ഓക്കെ. ഇത് കോണാണ്. പിരമിഡ് തന്നെ. പിരമിഡ് ഇതാണ്. അതും പിന്നെ
ഇപ്പൊ മുമ്പേ കാണിച്ചില്ലേ മാം? അതും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ലെന്ന് തോന്നുന്നല്ലേ? അതിന്റെ നമ്മുടെ ഈ ഒരു വശങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ? ഇത് നേരത്തെ കാണിച്ചതല്ലേ? ട്രയാങ്കുലർ പ്രിസം. ആ അതെ, ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് കോൺ ആണ്. കോൺ ഷേപ്പ് ആണ് നമ്മുടെ ഐസ്ക്രീമിന്റെ ഒക്കെ. പിന്നെ ഇത് സിലിണ്ടർ ആണ്. സിലിണ്ടർ. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, സ്ക്വയർ ആണ് കേട്ടോ. 4 വശം ഒരുപോലെ ക്യൂബ് അല്ലേ മാം? സ്ക്വയർ. ക്യൂബ് അല്ലേ മാം? ക്യൂബാണ്. സോറി, ക്യൂബാണ് കേട്ടോ. ക്യൂബാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ് മാം. ക്ലിയർ. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ കാണിക്കാനുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ? യെസ് മാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ആരുമില്ല? ഓക്കെ, അപ്പൊ ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ഞാൻ പറയുന്നു. ഓക്കെ. ഇത് നമ്മുടെ ഫസ്റ്റ് പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു ഷേപ്പും നമ്മുടെ ബ്രൗൺ സ്റ്റെയർ എല്ലാം കണ്ട്, ഫ്രെയിം, ഷൂ ലൈസ് എല്ലാം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അശ്വതി മിസ്സിനും ബാക്കിയുള്ള സ്റ്റുഡൻസിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിച്ചു. താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അടുത്ത ശനിയാഴ്ചയാണ് പ്രാക്ടിക്കൽ വരുന്നത് അല്ലെ? ഈ വീക്കല്ല, നെക്സ്റ്റ് സാറ്റർഡേ അല്ലേ? 15-ാം തീയതി അല്ലേ? 15. ഒരു ക്ലാസ്സും കൂടിയാണ് എനിക്ക് ഇനി കിട്ടുക അടുത്ത ചൊവ്വാഴ്ച. ചിലപ്പോ ഞാൻ പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് കാണിച്ചു തരും. അല്ലെങ്കിൽ നമുക്ക് മൊഡ്യൂൾ 3 ഉണ്ട്, അതിനകത്ത് കുറച്ച് പ്രാക്ടിക്കൽസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം എന്നുണ്ട്. അപ്പൊ ചിലപ്പോ ആ തിയറി പാർട്ടായിരിക്കും എടുക്കുന്നത് മൊഡ്യൂൾ 3 കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, സമയം ഉണ്ടെങ്കിൽ ഞാൻ പ്രാക്ടിക്കൽസിന്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ തിയറി പാർട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you.